ഭക്തനും ജ്ഞാനിയുമായിരുന്ന ഒരാൾ ലോകപ്രകാരം ജീവിച്ച തൻ്റെ ഒരു സ്നേഹിതനോടും ദൈവഭക്തനായി ജീവിച്ച മറ്റൊരു സ്നേഹിതനോടും ഇങ്ങനെ ചോദിച്ചു: ജീവിക്കാൻ ഒരു ദിവസം മാത്രമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യും? ഈ ചോദ്യത്തിന് ഒന്നാമത്തെ ആളുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു: ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി വലിയൊരു പാർട്ടി നടത്തി ആഘോഷിക്കും, ആർത്ത് ഉല്ലസിക്കും, അതിനുശേഷം മരണത്തിന് കീഴടങ്ങും. ലോകത്തിൽ അനേകരുടെ ചിന്ത ഇങ്ങനെയാണ്: തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ജീവിതത്തെ വെറും ആഘോഷമായി കാണുന്നവർ ധാരാളമുണ്ട്. അത്തരമൊരാളുടെ ഉത്തരമാണ് നാം കേട്ടത്. ജീവിതത്തെ ആഘോഷമായി കാണുന്നതിൽ തെറ്റൊന്നുമില്ല എങ്കിലും ഒരു പുനർചിന്ത വളരെ ആവശ്യമാണ്. എന്നാൽ ജീവിതം മുഴുവനും പാർട്ടി നടത്തി ആഘോഷിക്കുവാൻ മാത്രമുള്ളതാണെന്ന് കരുതിയാൽ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം വികലമാണെന്ന് വ്യക്തം. രണ്ടാമത്തെ വ്യക്തി ഭക്തനായ ഒരാളായിരുന്നല്ലോ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി: എനിക്കൊരു ദിവസം മാത്രമേ ജീവിക്കാനുള്ളൂവെങ്കിൽ എല്ലാ സ്നേഹവും സ്തുതിയും ബഹുമാനവും ഞാൻ ദൈവത്തിന് നൽകും. പ്രാർത്ഥനയോടെ എൻ്റെ ദിവസം ആരംഭിക്കും. മറ്റുള്ളവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി പടർത്തുവാൻ ഞാൻ പരമാവധി ശ്രമിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവരുമായി പങ്കുവെക്കാൻ തയ്യാറാകും. സുഖത്തിലും ദുഃഖത്തിലും യേശു എന്നോടൊപ്പം ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഓർമ്മിപ്പിക്കും. എനിക്ക് വേണ്ടി അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയും. ദൈവത്തെ കൂടാതെ ഒരു വിജയവും നേടുവാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു: ദൈവം പറഞ്ഞ സമയത്ത് മരണത്തിനായിട്ട് ഞാൻ കാത്തിരിക്കും. മരണത്തിനപ്പുറം ഞാൻ നിത്യതയിൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരും. ഇത്രയും പറഞ്ഞ് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഓരോ ദിവസവും അവസാന ദിവസമാണെന്ന് കരുതി എന്തുകൊണ്ട് നമുക്ക് ജീവിച്ചുകൂടാ? നമ്മുടെ വിചാരം നമുക്കിനി ഒരുപാട് നാൾ ജീവിക്കാനുണ്ടെന്നാണ്. ഇന്നോ നാളെയോ മരിക്കുമെന്ന് പലരും കരുതുന്നില്ല. ദീർഘകാലം ജീവിച്ചിരിക്കാമെന്ന് കരുതിയവരിൽ എത്രയോ പേർ നിനയാത്ത നേരത്ത് കാലയവനിക്കുള്ളിൽ മറിഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത നേരത്ത് മരണം അവരെ വിഴുങ്ങിക്കളഞ്ഞു. നാം നാളെ മരിക്കുമെന്ന് ഇന്നറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ഉള്ള സമയം കൊണ്ട് ശരിയാക്കുവാൻ നാം ശ്രമിക്കും. നമുക്ക് ബാക്കി നിൽക്കുന്ന സമയം മുഴുവനും നന്മ ചെയ്യുവാനും തിന്മ ചെയ്യാതിരിക്കുവാനും ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുവാൻ സാധ്യതയുണ്ട്. നാം തെറ്റ് ചെയ്തിട്ടുള്ളവരോട് ക്ഷമ ചോദിക്കുവാനും മറ്റുള്ളവരോട് പൊരുത്തപ്പെടുവാനും ഒക്കെ നാം തയ്യാറാകണം. സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക, മരണത്തിന് മുമ്പിൽ നമ്മുടെ ഉത്തരം എങ്ങനെയാണ്? ആയുസ്സിൻ്റെ ഒന്നുമില്ലായ്മയെക്കുറിച്ച് നമുക്ക് ഒരു അവബോധമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേന്മ ഉറപ്പുവരുത്തുവാൻ നാം ശ്രമിക്കുക തന്നെ ചെയ്യും. മരണത്തെ കൺമുന്നിൽ കാണാനായാൽ ജീവിതത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എപ്പോൾ എന്ന് എവിടെ വെച്ച് മരിച്ചാലും യേശു കർത്താവിനോടുകൂടി ചേർക്കപ്പെടും എന്നുള്ള പ്രത്യാശയുള്ളതായി തീരുവാൻ ഭക്തന്മാർക്ക് കഴിയും. ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെ പറഞ്ഞു: ഹാ മായ മായ എന്ന് സഹോസംഗി പറയുന്നു. ഹാ മായ മായ സകലവും മായത്രേ. സൂര്യനികയിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നവും മനുഷ്യന് എന്ത് ലാഭം? ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു. എന്നാൽ മരണത്തിന്മേൽ ജയഭേരി മുഴക്കിയ കർത്താവിനോട് ചേർന്ന് ഭക്തന്മാരായ ആൾക്കാർ ഇങ്ങനെ പറയും: ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വരവെങ്കിൽ കല്ലറയിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർ നിൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. നിത്യയിൽ ഉള്ള പ്രത്യാശയിൽ അവരെ ജീവിതകാലം കഴിക്കും. മരണത്തിന്മേൽ ജയഭേരി മുഴക്കിയ കർത്താവിനോട് ജീവിക്കാൻ ലഭിക്കുന്ന കാലം, അവസരം ഒക്കെ എത്ര ഭാഗ്യമാണ്.